ഈ വർഷം തുടങ്ങി ആലിക്കുട്ടിക്ക് ചോറ് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. മറ്റേത് രാവിലത്തെ പലഹാരം മാത്രം നോക്കിയാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു കൂട്ടം കറിയും കൊടുത്തു വിടണമായിരുന്നു. ഇപ്പം ചോറ് കെട്ടാനുള്ളത് കൊണ്ടിട്ട് രാവിലെ വെട്ടത്തിന് തന്നെ ചോറിന് ആദ്യം വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഒപ്പം അരിയും കഴുകി ഇടുന്നുണ്ടേ. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കറിക്കുള്ള പണി നോക്കാട്ടെ. അപ്പോൾ ഞാൻ ഒരു പടവലങ്ങ ഉള്ളത് എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പരിപ്പ് കഴുകി ഞാൻ അടുപ്പത്ത് വെച്ച്, അപ്പോൾ പടവലങ്ങ പരിപ്പും കൂടെ തേങ്ങ അരച്ചാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പടവലങ്ങ എല്ലാം കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് കഞ്ഞി തിളച്ച് അത് വേഗം തന്നെ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പൊടി നനച്ച് ഇപ്പോൾ വെക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം ഉണ്ടാക്കില്ല കേട്ടോ. ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കുള്ളൂ. കാരണം ഗോതമ്പിൻ്റെ പുട്ടായത് കൊണ്ടിട്ടേ ചിലപ്പോൾ അത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് പോലെ ഇരിക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പരിപ്പ് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് പടവലങ്ങി ഇട്ടിട്ട് വീണ്ടും വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ച് ആ നേരം കൊണ്ടൊരു ഗ്ലാസ് ചായ ഞാൻ എടുത്ത് കുടിച്ചു കേട്ടാ. പിന്നെ അതേ ആമ്പിക്കുട്ടിയുടെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബുക്കെല്ലാം മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പടി കൂട്ടി വെച്ചത് നേരെ അടുക്കളയിലോട്ട് വീണ്ടും വന്ന് ഇനി നമുക്ക് തേങ്ങയരപ്പ് കൂടെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ തേങ്ങക്കകത്തോട്ട് ജീരകവും വെളുത്തുള്ളി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത അരപ്പ് ആ പരിപ്പിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പുറത്തടുപ്പിലോട്ട് മീൻ വറുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 കഷ്ണം അയില മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 കഷ്ണം എടുത്തിട്ട് വറുത്ത് കൊടുക്കാവേ. ഗോതമ്പ് പുട്ടിന് ഇന്ന് കറിയൊന്നും ഇല്ല കേട്ടോ, പഴമാണ്. ഈ പഴം ഞാൻ ഇന്നലെ പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്കും വാങ്ങിയതാണ് കേട്ടോ. പാച്ചേട്ടൻ പറഞ്ഞു ചക്കരവള്ളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ല മധുരം ഉണ്ടാകുമല്ലോ, അങ്ങനെ വാങ്ങിയതാണേ. പടവലങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരപ്പിട്ട് നല്ലതുപോലെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കി കേട്ടോ. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറും കറിയും ആയിട്ടുണ്ട്. ഇനി പുട്ടുകൂടെ പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ മക്കൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അവർക്ക് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രമുള്ളത് മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. പക്ഷേ ചിരട്ടപ്പുട്ടിൻ്റെ ചില്ല് നമ്മുടെ സാധാരണ കണപ്പുട്ടില്ലേ അതിൻ്റെ ചില്ലാണ് കേട്ടോ. ആമിക്കുട്ടി ഏത് നേരം നോക്കിയാലും ഇത് എടുത്തോണ്ട് ഓട്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില്ല് എവിടെയോ കൊണ്ടേ കളഞ്ഞ്. അപ്പോൾ ഞാൻ രണ്ടിനും കൂടെ ഒരു ചില്ല് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണത്. അങ്ങനെ ആദ്യത്തെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയത് അതിനകത്തോട്ട് മൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ കൊട്ടല്ലതാണ് കേട്ടോ, അതൊന്ന് പൊടിഞ്ഞു പോയത്. പിന്നെ ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ടിട്ട് ആമിക്കുട്ടിക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് പോകണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കലാവിരുതെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. സത്യം പറയാല എഴുതാനും വരയ്ക്കാനും എനിക്ക് വലിയ കഴിവൊന്നും ഇല്ല കേട്ടാ. എൻ്റെ കൈയക്ഷരം ഉണ്ടെങ്കിൽ കാക്ക ചിക്കി പരത്തിയതുപോലെയാണ് ഇരിക്കണത്. 1ാം ക്ലാസ്സിലെ പിള്ളേർ ഇതിലും ഭേദമായിട്ട് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ കൊണ്ടാണ് പോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആമിക്കുട്ടീനെ പറ്റിക്കാൻ ഇതൊക്കെ മതി കേട്ടാ. അങ്ങനെ ഞാൻ അതും കഴിഞ്ഞിട്ട് നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നത്. ആലുവിനുള്ള ചോറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ആമിക്കുട്ടിക്കുള്ള ലഞ്ച് പ്ലേറ്റും കറിപ്പാത്രത്തിൽ കറിയും ഒക്കെ ആക്കിയിട്ട് 2 പേരുടെ വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ആലുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളതേ തനിയെ മുടി കെട്ടിട്ടുണ്ട്. ഇനി പിന്നെ ഒന്ന് കൊടുത്താൽ മതി. ആമിക്കുട്ടിക്കുള്ളത് ഞാൻ വാരി കൊടുത്തേ. അങ്ങനെ ഞാൻ ആമിക്കുട്ടിനെ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പനെ വഴിക്ക് വെച്ച് കണ്ടു. അപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആമിക്കുട്ടിനുമായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ.